ഹായ്, ഞാൻ ജിൽസ. നിങ്ങളും എന്നെ പോലെ തന്നെ ഒരു പാഷനും ഒരു ജോബും കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണോ? ആയിരിക്കും. നമ്മളെല്ലാവരും കൂടുതൽ ആൾക്കാരൊക്കെ പാഷനും ഉണ്ട്, ജോബും ഉണ്ട്, രണ്ടും കളയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതിൽ രണ്ടും കൂടെ എങ്ങനെയൊക്കെയോ കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാനും അങ്ങനത്തെ ഒരാളാണ്. നിങ്ങളെന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം, അതൊക്കെ ഞാൻ ഓപ്പണായി പറയാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കും എൻ്റെ ലൈഫിൽ ഞാനത് രണ്ടും കൂടെ കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്തു നിന്ന് നേരിടേണ്ടി വന്ന കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാനൊരു കോർപ്പറേറ്റ് ലോയറും കൂടെയാണ്. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ബ്രേക്ക് എടുത്തേക്കായിരുന്നു. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ആ ഷിഫ്റ്റിങ്ങിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 5 മാസമായി ഷിഫ്റ്റായിട്ട്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ വർക്കും പെൻഡിങ് ആയിരുന്നു. പക്ഷേ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് ക്ലയൻറ്റുകളായതുകൊണ്ട് അവരുടെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. എൻ്റെ ബാക്കി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് ഒരു മണ്ടത്തരായിപ്പോയി. നാട്ടിൽ നിന്ന് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു. എന്നോട് മെയിനായിട്ട് എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ലോയറാണ്, അങ്ങനെ ഒരു പൊസിഷൻ ഓൾറെഡി ഉണ്ട്, നല്ലൊരു ജോബ് ഉണ്ട് പുറമേ നിന്ന് കാണുന്നവർക്ക്. അപ്പോൾ എന്തിനാണ് ഈ ആർട്ട് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഏതെങ്കിലും ഒന്ന് പോരെ, 2 കാലിട്ട് നിൽക്കണോ? അപ്പോൾ എനിക്ക് ആർട്ട് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ടൈമിലൊക്കെ നമ്മളെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടാലൻറ്റോ സ്കില്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്ത് അതിൽ കുറച്ചൊക്കെ സമാധാനം കണ്ടെത്തിയിട്ടുണ്ടാവണം. അങ്ങനെയായിരിക്കും നമ്മളിൽ പലരും. നിങ്ങൾക്ക് അങ്ങനെയുള്ള കുറേ ആൾക്കാരെ അറിയുമായിരിക്കും പേഴ്സണലി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. എനിക്ക് ഒരുപാട് എന്താ പറയുക, ഞാൻ തന്നെ ഡൗൺ ആയി പോയ ടൈമിൽ എന്നെ ഈ ആർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം, കുറച്ച് പെയിൻറ്റിങ്സ്, ആ ഒരു കളേഴ്സൊക്കെ എന്നെ അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ അത് എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പിന്നെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എല്ലാവരും പറയും. ആൾക്കാരെന്ത് പറയുന്നു എന്ന് ചിന്തിക്കേണ്ട, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ 2 കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക നിങ്ങളുടെ സ്വന്തം ഫാമിലി തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ ഫാമിലി സപ്പോർട്ടീവ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒബ്വിയസ്ലി എൻ്റെ അമ്മ എന്നെ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കണേന്ന് എനിക്ക് എവിടെയും പറയാനായിട്ട് ഒരു മടിയില്ല. കാരണം എൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും ബാക്കി ബന്ധുക്കാരൊക്കെ ചോദിക്കും, ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, എന്തിനാ രണ്ടും ചെയ്യുന്ന, എന്തിനാ ഏതെങ്കിലും ഒരെണ്ണം പോരെ, ആ ഒരു ഇത് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ അമ്മയാണെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെ അടുത്ത് പറയും, അതായത് ഹെൽത്ത് കളഞ്ഞിട്ട് രണ്ടും കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം കൊണ്ടും, പിന്നെ ഇവിടം വരെ എന്താ പറയുക, ഇപ്പോൾ ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റായി ഞാൻ ഇവിടേക്ക് ആയിട്ടൊന്ന് സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ ആ സെറ്റായി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ഒബ്വിയസ്ലി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് പേടിയാണ്, എനിക്ക് എന്തെന്ന് വയ്യാണ്ടാവും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ചില ക്രിറ്റിസിസം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് വരും. നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് അത് വിട്ട് കളയരുത്. ആൾക്കാർ പറയുന്നത് കേൾക്കാണ്ടിരിക്കാനൊക്കെ പറഞ്ഞാലും നമുക്കൊരു പരിധി വരെ അത് പറ്റില്ല. കാരണം ചില ആൾക്കാർ പറയുന്നതൊക്കെ നമ്മളെ നല്ലോണം എഫക്റ്റ് ചെയ്യും. എന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നോട് കുറച്ച് പേരൊക്കെ, ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയേ, അങ്ങനെ പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാൻ ഒബ്വിയസ്ലി എൻ്റെ ജോബിൻ്റെ കാര്യങ്ങൾക്കാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. നാട്ടിലൊക്കെ ഉള്ളൊരിതാണല്ലോ, നാട്ടിൽ തന്നെ നമ്മൾ നിന്നാൽ മതി, ആ ഒരു സംഭവം. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഞാനിവിടെ വന്നിട്ട് ഈ ആർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും കൊണ്ടുവരണം, ഷിഫ്റ്റ് ചെയ്യണം, കൊറിയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെയാണ് തോന്നിയായിരുന്നത്. കുറേ ആക്രി സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുക. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ സാധനം പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ അത് ആൾക്കാരുടെ കണ്ടിൽ അതൊരു വേസ്റ്റോ അല്ലെങ്കിൽ ആക്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മളത് അത്ര കാത്തു സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു സാധനമായിരിക്കും. അപ്പോൾ എൻ്റെ മെറ്റീരിയൽസ് വരയ്ക്കുന്ന കാര്യങ്ങൾ, എൻ്റെ മുന്നേ ബാംഗ്ലൂർ എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ഒരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ നിന്ന് ഹൈദരാബാദിക്ക് ഓൾമോസ്റ്റ് ഒരു 1000+ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ കേരളത്തിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയത് ഒരു മണ്ടത്തരായിപ്പോയി, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സിലായതുകൊണ്ടാണ് എല്ലാം ഡിലേ ആയത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ വരയ്ക്കണ ഒരു ഇത് എന്താ പറയുക, കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നിന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്താ പറയുക, അവളെ തന്നെ നോക്കുന്നതല്ലേ, അവള് ഫുൾ ഇൻഡിപെൻഡൻ്റ് അല്ലേ, നാട്ടിൽ നിന്ന് അതൊക്കെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് കൊറിയറിൻ്റെ ഓപ്ഷനൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ പോൾ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ അതിന് റിപ്ലൈ തന്നിട്ടുണ്ടായി. ഇങ്ങനെ കൊറിയർ സർവീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായി.
പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും. നമുക്കൊരു 100-150 കിലോ മേലെ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ വരയ്ക്കുന്ന സാധനങ്ങളും പിന്നെ ഞാൻ ബാംഗ്ലൂർ ഒരു 8 വർഷമായിട്ട് നിന്നുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അവിടുത്തെ സാധനങ്ങളെല്ലാം കൂടെ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് കൊറിയർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഈ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും എമൗണ്ട് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പയ്യെ ആയിട്ട് അത് ആയി വരുന്നുള്ളൂ. അപ്പോൾ പുറമേ നിന്ന് കാണുന്നവർക്ക് പറയാനായിട്ട് എളുപ്പമാണ്, വരയ്ക്കൽ നിർത്തിക്കൂടെ, അല്ലെങ്കിൽ അവൾക്ക് അത് ചെയ്ത് അവളെ തന്നെ സസ്റ്റെയിൻ ചെയ്തുകൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പല കമൻറ്റുകൾ ആൾക്കാർ പുറമേ നിന്ന് പറയും. നിങ്ങളും ഇതേപോലെ തന്നെ ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പുറമേ നിന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറയും. അവർക്ക് നമ്മളെ നന്നായി കാണണമെന്ന് ആഗ്രഹമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം. പക്ഷേ എന്താ പറയുക, അത് പറയുമ്പോൾ നമുക്കത് എന്തോരം എഫക്റ്റ് ആവണമെന്നൊന്നും ആരും ആലോചിക്കില്ല. പിന്നെ നമ്മളും അത് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റും, പക്ഷെ നമ്മൾ ബോധേഡ് ആവും എന്തായാലും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ആവാൻ നോക്കുക, അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ അതിന് വേണ്ടി നമുക്ക് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നിർത്തരുത്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഇവിടെ എൻ്റെ സ്റ്റുഡിയോ ഇങ്ങനെ പയ്യെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വലിയ ഡ്രീമാണ് എനിക്ക് സ്വന്തമായിട്ട് ഞാനിങ്ങനെ അവിടേക്ക് ഇവിടേക്കൊക്കെ ജോബ് മാറുന്നതിനനുസരിച്ച് എൻ്റെ സ്റ്റുഡിയോ ഒക്കെ വാരി പിറക്കി ഞാനിങ്ങനെ നാട് വിടേണ്ടി വരുന്നത്. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഓൺ സ്റ്റുഡിയോ സ്പേസ് എന്തെങ്കിലും വേണം എന്നുള്ളത്, ഒരു ആർട്ട് സ്റ്റുഡിയോ എൻ്റെ വലിയൊരു ഡ്രീമാണ്. വേറെ കുഞ്ഞു ഡ്രീമുകളൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ഡ്രീമുകൾ ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് ഇപ്പോൾ സ്റ്റുഡിയോ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഡ്രീം. ഇത് പയ്യെ നമ്മൾ ഓരോ ഘട്ടമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പറയാൻ പറ്റൂ. കാരണം എല്ലാം മൊത്തത്തിൽ ഒറ്റയടിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാനൊന്ന് സെറ്റായി വരുന്നുള്ളൂ. ഹൈദരാബാദിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും, കഥകൾ ഇങ്ങനെ ആയിട്ട് പറഞ്ഞുതരാം. കാരണം ഹൈദരാബാദ് നിങ്ങളൊക്കെ പുറമേ നിന്ന് കാണുന്ന മാതിരത്തെ ഒരു സിറ്റി അല്ല. ബാക്ക് ടു നമ്മുടെ ടോപ്പിക്, സ്റ്റുഡിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ഡ്രീമാണ് സ്വന്തമായിട്ടുള്ള സ്റ്റുഡിയോ. അപ്പോൾ അത് നടക്കുമായിരിക്കും. എന്താ പറയുക, ഞാനും അതിന് വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട്. നടക്കും, നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നടക്കും എന്നാണ് പറയുക. അപ്പോൾ ഞാൻ നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾക്കും അങ്ങനെ ഒരു പാഷൻ പ്രൊഫഷനൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വിട്ട് കളയരുത്. എനിക്ക് വിട്ട് കളയാനായിട്ട് 10 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ തന്നെ എന്നെ പുഷ് ചെയ്ത് അത് എനിക്ക് കളയാൻ പറ്റില്ല. കാരണം എനിക്ക് ഹാപ്പിനെസ് തരുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു കാര്യമാണത്. അത് ഒരു കാര്യമല്ല, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ എനിക്കത് വിട്ട് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ലൂസ് ചെയ്യുന്ന പോലെ ആവും. അപ്പോൾ ഇവിടെ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ വലിച്ചു വാരിയിട്ടേക്കാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ ഒരു ചെറിയ സ്പേസിൽ കണ്ടോ, എല്ലാം വലിച്ചു വാരി നിലത്തൊക്കെ വെച്ചേക്കാണ്. ഇനി നമുക്കൊക്കെ സെറ്റ് ചെയ്യണം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ പയ്യെ കാണിച്ചു തരാം. അപ്പോൾ ഒന്നും കാണിച്ചു തരാൻ പാകത്തിനൊന്നും ആയിട്ടില്ല. ഞാൻ സ്റ്റുഡിയോയുടെ ഒരു മേക്ക് ഓവർ വീഡിയോയും ഞാൻ ഇടാം ഇതിൻ്റെ കൂടെ. ഇൻസ്റ്റഗ്രാമിൽ ഞാനിങ്ങനെ വ്ളോഗായിട്ടൊന്നും ഇടാറില്ല. ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങുകളുടെ വീഡിയോ ആയിരുന്നു കൂടുതൽ ഷെയർ ചെയ്യാറ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് എല്ലാവർക്കും ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ ഞാൻ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ഇനി എന്താ പറയുക, സ്റ്റുഡിയോ ഒക്കെ എങ്ങനെയാവും എന്താവും എന്നൊക്കെ കണ്ടറിയാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.